ഇപ്പോൾ ഡോക്ടർമാരുടെ പ്രൊഫഷൻ ഒരു കാലത്ത് വളരെ ഗ്ലാമർ പ്രൊഫഷനായിരുന്നു. കാരണം കണ്ട ദൈവത്തെ പോലാണ് ജനങ്ങൾ ഡോക്ടറെ കാണുന്നത്. അതിന് വലിയ ഇടിവ് പറ്റിയോ? ഇതിനകത്ത് ചില യാഥാർത്ഥ്യങ്ങളുണ്ട്. ഇപ്പോൾ ഞാൻ മെഡിക്കൽ വിദ്യാർത്ഥിയായിരുന്നു അതിനൊക്കെ മുമ്പ് നമ്മുടെ വീട്ടിലെ അസുഖങ്ങൾ കാര്യങ്ങളായിട്ട് പോകുമ്പോഴത്തേക്ക് ചെന്നിരുന്നിട്ട് കാത്തിരിക്കുകയും ഒരുപാട് വിളിച്ച് ഫോൺ ചെയ്ത് പറയിക്കാൻ ശ്രമിക്കും. ഇങ്ങനത്തെ ഒരുപാട് ഡോക്ടർമാരുടെ എണ്ണമൊക്കെ വളരെ കുറവായിരുന്നു. അപ്പോൾ വളരെ അറിയപ്പെടുന്ന ചികിത്സകർ കുറച്ചേ കാണുകയുള്ളൂ. പലതുമൊക്കെ നമ്മൾ സഹിക്കുക. ഇപ്പം അങ്ങനെയല്ല. ഇപ്പം എന്ന് പറഞ്ഞാൽ എല്ലാ ചികിത്സകൾക്കും നമ്മളതല്ലേ, ആയുർവേദയ്ക്ക് 32 സ്വാതന്ത്ര്യം കിട്ടും. ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ 70. അപ്പോൾ ആ മെച്ചമുണ്ട്, പ്രതീക്ഷകൾ കൂടുതലാണ്. അപ്പോൾ അതനുസരിച്ച് സമ്മർദ്ദവും വരും. അപ്പോൾ അതുകൊണ്ടാണ് മരണത്തെ ജനങ്ങൾ അക്സെപ്റ്റ് ചെയ്യാത്ത രീതിയിലുണ്ട്. ഡോക്ടർമാരുൾപ്പെടെ മരണം സംഭവിക്കുന്നത് ആർക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഈ മരിക്കുന്നത് ആശുപത്രിയുടെ കുറ്റമായി ഡോക്ടറുടെ കുറ്റമായി മാറുന്നതിൻ്റെ പ്രശ്നമുണ്ട്. എന്നാൽ തിരിച്ചുകൊണ്ട് ഇപ്പോൾ ചികിത്സയുടെ കാര്യത്തിൽ ഇപ്പോൾ എപ്പോഴും കാണുന്നതാണ്, മരുന്ന് മാറി കുത്തിവെച്ചു എന്ന് പറയും. ചില മരുന്നുകൾക്ക് റിയാക്ഷൻ ഉണ്ട് നമ്മൾ ചേർത്ത് ടെസ്റ്റൊക്കെ ചെയ്യും, എന്നാലും ചിലപ്പോൾ റിയാക്ഷൻസ് വരാം. അപ്പം നമ്മുടെ വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു മനുഷ്യ ശരീരം എന്ന് പറയുന്നതിനകത്ത് നമ്മൾ കൃത്യമായിട്ടൊരു കാറിൻ്റെ പാട്ട് മാറ്റി വയ്ക്കുന്നത് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ പലപ്പോഴും ഡോക്ടർമാർ തെറ്റിദ്ധരിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ ആക്രമണങ്ങൾ ഉണ്ടാകുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഇടയിൽ സാമ്പത്തിക താല്പര്യത്തോടെ പ്രവർത്തിക്കുന്ന ഡോക്ടർമാരുണ്ട്. ഗവൺമെൻറ് മേഖലയുണ്ട്, സ്വകാര്യ മേഖല. അപ്പോൾ മൊത്തത്തിൽ ഈ ഒരു അവിശ്വാസം വന്നിട്ടുള്ളത് യാഥാർത്ഥ്യമാണ്. പറയാൻ കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഒരു ഡോക്ടർ സർജറി നിർദ്ദേശിച്ചു കഴിഞ്ഞാൽ എനിക്ക് സുഹൃത്തുക്കളും ബന്ധുക്കളൊക്കെ പറയും, ലാല ഇങ്ങനെ ഒരു സർജറി ഇത് വേണോ? അപ്പോൾ ഞാൻ പറയും, എന്നേക്കാൾ ക്വാളിഫൈഡ് ആയിട്ട് ആളാണ് പറഞ്ഞേക്കുന്നത്, എന്നാലും ഒന്ന് അന്വേഷിക്കണമെന്ന് പറയും. അപ്പോൾ ഈ മനുഷ്യർക്ക് ആ വിശ്വാസം നഷ്ടപ്പെടുന്നൊരു യാഥാർത്ഥ്യമുണ്ട്. അത് കമേഴ്സ്യലൈസേഷൻ, പ്രൊഫഷനോടുള്ളൊരു താല്പര്യം കുറയുന്നു. അത് കാരണം ഇപ്പോൾ ഇത്രയും സുരക്ഷിതം അല്ലാത്തൊരു ഇതാന്ന് വിചാരിച്ചിട്ട് കുറച്ച് പേര് വരാതിരിക്കുന്നുണ്ട്, വന്നവർ പോകുന്നുണ്ട്. അതൊക്കെ നടക്കണമെന്നാണ് പറയുന്നത്. ഇപ്പോൾ പലരും IAS ഒക്കെ നമ്മുടെ കൂടെ പഠിച്ചൊരു IAS ഒക്കെ എടുത്ത് പോയിട്ടുണ്ട്. അതിനകത്ത് തെറ്റൊന്നുമില്ല പുതിയ മേഖല കണ്ടുപിടിക്കാൻ.